മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയും കരുണയും ചെയ്തു കൂട്ടിയ ചതിയെക്കുറിച്ച് കണ്ണനും മഹാലക്ഷ്മിയും വിളിച്ചു പറഞ്ഞിട്ട് അറിയുന്നുണ്ട്. എന്തായാലും മോഹിനി അവരുടെ മുന്നിൽ പോയി പൊട്ടിത്തെറിക്കുന്നു. വെറുതെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുട്ടടി കിട്ടുന്നത് നിങ്ങൾ അനുഭവിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ വലുത് കാത്തു വെച്ചിട്ടുണ്ട്, കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം തീരുവോളം മോഹിനിയാണെങ്കിൽ അവരെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞു പോയെന്നുള്ള കാര്യം മൂന്നുപേരും ഉറപ്പിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ അനന്തപുരോട് മനസ്സ് തുറക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാണ് മഹിയുടെ വയറ്റിൽ വളരുന്നത് എന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ശത്രുക്കൾക്ക് ഉറക്കം വരില്ല, അവർ പണികൾ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഡെലിവറി വരെ തന്നെ ഈ ഒരു നാടകം തുടർന്നു പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ തന്റെ വീട്ടിൽ പോലും മഹാലക്ഷ്മിയും കുഞ്ഞും സേഫ് അല്ല എന്നുള്ള ഒരു ആശങ്ക അനന്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ശ്രദ്ധിക്കാനും കണ്ണൻ അനന്തുവിനോട് ലേഖയോടായിട്ട് പറയണം. എന്തായാലും മാർക്കോയെ കാണുന്നുണ്ട്. ഇരുട്ടടി കൊടുത്ത കാര്യം പറയുമ്പോൾ സാറല്ലെങ്കിൽ ഞാൻ കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആ പ്രതാപനെ, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ആ വാരിയലിന്റെ പ്രശ്നം മാറാനായിട്ട് തോമസ് സാറുടെ വീട്ടിലേക്ക് പോകാൻ നേരെ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ടും ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് അവിടം തന്നെയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചികിത്സയിൽ ശത്രുക്കളെ അദ്ദേഹം നോക്കാറില്ല, നല്ല ചികിത്സ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുക. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അച്ഛാ അപ്പോ കുഞ്ഞു പോയിട്ട് അവിടെ കിടക്കുന്ന അവളെയും കാണാലോ. അതെ മോളെ, അവളെ എനിക്കൊന്ന് കാണണം. കുഞ്ഞു പോയി കരഞ്ഞു തളർന്നു കിടക്കുന്ന അവളെ കാണുമ്പോൾ കിട്ടുന്ന മനസ്സുകൊണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവള് കാരണം എന്റെ അമ്മയെ എന്റെ മുന്നിലിട്ട് തല്ലുന്നത് കാണേണ്ടി വന്നു. അതിനുള്ള ശിക്ഷയാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആവാൻ തീരുമാനിക്കുകയാണ് തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോവാനായിട്ട്. കരുണ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ കമലേശ്വരത്തിലേക്ക് പോട്ടെ. അവിടെ ചെന്നിട്ട് വേണം അമ്മയോടും ഉണ്ണിയേട്ടനോടൊക്കെ തന്നെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ. അങ്ങനെ കരുണയാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. വാതിൽ തുറക്കുന്നത് ദുർഗയാണ്. ദുർഗ കരുണയെ കാണുമ്പോൾ തന്നെ ആ മോള് വന്നോ? അതെ, വെറുതെ അല്ല വന്നിരിക്കുന്നത്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? അവളുടെ കുഞ്ഞേ അത് പോയി. എന്റെ കുഞ്ഞിനെ എനിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, അതേ വേദനയിലൂടെ തന്നെയാണ് അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായത്. ഇത് കേട്ട് ദുർഗയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു. ഓ, ഇത്ര വലിയ സന്തോഷ വാർത്ത പറയാൻ മോൾ എന്താ ഇത്രയും വൈകിച്ച്? ഒരു ഫോൺ വിളിച്ചോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദുർഗയാണെങ്കിൽ കരുണയോട് ചോദിക്കുകയാണ്. നേരിട്ട് വന്ന് പറയുമ്പോ നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണാമല്ലോ, അത് വിചാരിച്ചിട്ടാ. ഉണ്ണിയേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ഉണ്ണി അകത്തുണ്ട്, ഞാനെങ്കിലേ ഉണ്ണിയേട്ടനോട് കൂടി വിവരം അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. പിന്നെ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് തോമസ് വൈദ്യന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഈ സമയം ലേഖയും അനന്തവും മഹാലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ പ്രതാപന്റെ മുന്നിലാണ് അവരെത്തി നിൽക്കുന്നത്. കണ്ണനും മാർക്കോയും പ്രതാപനും മുത്തശ്ശിയും വരുന്നത് കാണുന്നുണ്ട്. എന്തായാലും മാർക്കോ വേഗം തന്നെ ഒരു റൂമിലേക്ക് മാറ്റുകയാണ്. സാറിന് അവര് കണ്ട ആകെ പ്രശ്നമാവും. മഹാലക്ഷ്മി കിടക്കുന്നിടത്ത് സാർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഡൗട്ടാവും. അതുകൊണ്ട് അവരൊന്ന് റൂമിലേക്ക് കയറിയതിനു ശേഷം മാത്രം സാർ പുറത്തിറങ്ങിയാൽ മതി. പിന്നെ പേടിക്കണം സാറേ, ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. ഇനി അയാളേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് അയാളുടെ അമ്മയെ തന്നെയാണ്. അവരുടെ തലയിലാണ് ഇതുപോലെയുള്ള ബുദ്ധികളെ കുതിക്കുന്നത്. അതുകൊണ്ട് സാറും മഹാലക്ഷ്മിയും സൂക്ഷിക്കണം. സാറുടെയും മഹാലക്ഷ്മിയുടെയും മേലെ എന്റെ കണ്ണുണ്ടാവും. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി സാറ് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ മാർക്കോയാണെങ്കിൽ കണ്ണനെ വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം മഹാലക്ഷ്മിയും ലേഖയും ആ പ്രതാപന്റെ മുന്നിൽ എത്തുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അയ്യോ നിനക്ക് എന്ത് പറ്റിയടി എന്നൊക്കെ ചോദിച്ച് ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നുണ്ട്. ലേഖയാണെങ്കിൽ കടുത്ത ദേഷ്യത്തിൽ അയാളോട് ചോദിക്കുകയാണ്, ഇവൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. എനിക്കെങ്ങനെ അറിയാനാ? അതിന് ഇവളും ഞങ്ങളും തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധമില്ലല്ലോ. അല്ല, പെട്ടെന്ന് എന്ത് പറ്റി? ഞങ്ങളെ കേസ് കൊടുത്ത് അകത്താക്കാനൊക്കെ ഭയങ്കര മിടുക്കായിരുന്നല്ലോ, അത് കണ്ട് സന്തോഷിച്ചതാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? വീരവാദമൊക്കെ ഇളക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ട്. എങ്കിലേ കേട്ടോ, മഹിക്ക് ഒരമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ലാതായിരിക്കുന്നു. എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? മഹിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞെ അത് നഷ്ടപ്പെട്ടു എന്ന്. ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും അവരുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാനായിട്ട് പറ്റിയല്ലോ. അങ്ങനെ അയാൾക്കാണെങ്കിൽ സന്തോഷം ഇരിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും മഹിയുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല. എന്തായാലും നന്നായിടി, നിനക്കൊരമ്മയാവാനുള്ള ഭാഗ്യം ഇല്ലാതായി പോയത്. കാര്യം നീ കടലിൽ ചതിച്ചിട്ടാണല്ലോ വയറ്റിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞങ്ങ് പോട്ടെ, അവന്റെ ശാപാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുമ്പോ ലേഖയ്ക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. മഹി വാ, ഇയാളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ രക്ഷ കലർത്താനൊന്നും ആളെ വിടില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ എന്തൊക്കെയാ നീ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതെന്നൊക്കെ പ്രതാപനാണെങ്കിൽ ലേഖയോട് ചോദിക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മഹിയുമായിട്ട് ലേഖയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിയോട് ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്.
അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മുടെ മോൾ അനുഭവിച്ച അതേ വേദന തന്നെയാടാ അവൾ അനുഭവിച്ചത്. അവളുടെ മുഖം കണ്ടില്ലേ, ആകെ തളർന്നിരിക്കുന്നു. അങ്ങനെ തന്നെ വേണം. പിന്നെ കണ്ണൻ ഇനി നമ്മളോട് കുറച്ച് മതിപ്പൊക്കെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയണം. ഇനി അവള് ഒരിക്കലും സന്തോഷിക്കരുത്. ഇതുപോലെയുള്ള പണികൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കണ്ണന്റെ സ്വത്തുക്കൾ കണ്ടവന്റെ കുട്ടി അനുഭവിക്കണ്ട എന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നു. എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് തോമസ് സാറാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ സാറാണെങ്കിൽ പ്രതാപനിട്ട് ചികിത്സ എന്ന രൂപേണ പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.